വരരുചിയുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞു. അവർ തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നു. വരരുചി തൻ്റെ ഭാര്യയെ ജീവന് തുല്യം സ്നേഹിച്ചു. ഭാര്യയാകട്ടെ തൻ്റെ ഭർത്താവിന് ദൈവത്തെ പോലെ കരുതി. അദ്ദേഹം പറയുന്നത് എന്തും അനുസരിച്ച് ഒരു ഉത്തമ ഭാര്യയായി അവൾ വരരുചിയെ സേവിച്ചു പോന്നു. ഒരിക്കൽ അവർ ഉച്ചയൂണും കഴിഞ്ഞ് സൊറ പറഞ്ഞിരിക്കുകയായിരുന്നു. ഈ സമയം വരരുചി ഭാര്യയുടെ മുടി ചീകി ഒതുക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മുടി ചീകുമ്പോൾ ഇടയ്ക്കിടെ തലയിൽ എന്തോ തടയുന്നതായി വരരുചിക്ക് തോന്നി. അദ്ദേഹം മുടി വകഞ്ഞു മാറ്റി നോക്കിയപ്പോൾ തലയിലൊരു വലിയ മുറിവ്, ഉണങ്ങിയ പാട്. അദ്ദേഹം പ്രിയതമയോട് എന്താണിത് എന്ന് ചോദിച്ചു. പണ്ട് എൻ്റെ അമ്മ ഒരു നദിയിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ നദിയിലൂടെ വാഴപ്പിണ്ടി കൊണ്ടുള്ള ഒരു ചങ്ങാടം ഒഴുകി വരുന്നത് കണ്ടു. ആ ചങ്ങാടത്തിൽ നിന്ന് 2-3 ദിവസം മാത്രം പ്രായമായൊരു കുഞ്ഞിനെ കിട്ടി. മക്കളില്ലാതെ ദുഃഖിച്ചു കഴിഞ്ഞിരുന്ന അമ്മ ആ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ തലയിലൊരു പന്തം കത്തിച്ചു വെച്ചിരുന്നു. അച്ഛനമ്മമാരുടെ സ്നേഹപരിചരണങ്ങൾ കാരണം ആ കുഞ്ഞിൻ്റെ തലയിൽ മുറിവുണങ്ങി. ആ കുഞ്ഞാണ് ഈ ഞാൻ. ഇത് കേട്ട വരരുചിക്ക് മനസ്സിലായി വിധിയെ തടുക്കാൻ ഒന്നിനുമാവില്ല എന്ന്. ദുഃഖം മാറിയ വരരുചി തൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളും വനദേവതമാരുടെ സംഭാഷണവും അവസാനം കുഞ്ഞിനെ നദിയിലൊഴുക്കിയതും വരെ ഭാര്യയെ പറഞ്ഞു കേൾപ്പിച്ചു. താനൊരു പറയുകയാണെന്ന് മനസ്സിലാക്കിയ അവൾ തന്നെ വെറുക്കരുതെന്നും ഇക്കാര്യം മൂന്നാമതൊരാൾ അറിയാൻ ഇടയാവുകയില്ലെന്നും തന്നെ ഉപേക്ഷിക്കരുതെന്നും കേണ അപേക്ഷിച്ചു. അവൾ പറഞ്ഞു, അങ്ങ് ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് എനിക്കൊരു ബ്രാഹ്മണകുമാരിയായി വളരാൻ കഴിഞ്ഞതും വിദ്യകൾ നേടാൻ കഴിഞ്ഞതും. അങ്ങയ്ക്ക് ഞാൻ മൂലം ഒരപമാനവും ഉണ്ടാവുകയില്ല. ഇത്രയും പറഞ്ഞപ്പോൾ അദ്ദേഹം അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട, ദൈവഹിതമനുസരിച്ച് നടക്കാനുള്ളത് നടന്നു. ഇനിയും മരണം വരെ നമ്മൾ ഒന്നിച്ചേ ജീവിക്കൂ. ഇനിയും ആ പ്രദേശത്ത് ജീവിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയ വരരുചി ഭാര്യയുമായി ദേശാടനത്തിനൊരുങ്ങി. രണ്ടാളും ശേഷിച്ച കാലം ദേശസഞ്ചാരം നടത്തി ജീവിക്കാൻ പുറപ്പെട്ടു. ബാക്കി ഉടനെ.